ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരു മച്ച് ഹൈപ്ഡ് മത്സരത്തെ കുറിച്ചാണ്. ചാമ്പ്യന്മാരെ റയൽ മാഡ്രിഡ് ആൻഫീൽഡിലേക്ക് വന്ന മത്സരം, ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം. സോ മത്സരത്തിന് മുന്നോടിയായിട്ട് റയൽ മാഡ്രിഡിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ എൽ ക്ലാസിക്കോ ഒക്കെ കഴിഞ്ഞ് ഒരു തകർപ്പൻ തോൽവിയായിരുന്നല്ലോ അവിടെ സംഭവിച്ചത്, എൽ ക്ലാസിക്കോ സാന്റിയാഗോ ബെർണബേയിൽ വെച്ച്. സോ അതിനൊക്കെ ശേഷം രണ്ട് മത്സരമൊക്കെ അടുപ്പിച്ച് ജയിച്ച് ഒന്ന് പതുക്കെ ഒന്ന് നേരെ നിന്ന് വന്നതാണ് റയൽ മാഡ്രിഡ്. പക്ഷെ അപ്പോഴാണ് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഇഞ്ചുറി കൺസേൺ വന്നിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് കുറച്ച് കാലത്തേക്ക് കളിക്കാൻ പറ്റില്ല. സോ വിനീഷ്യസ് ജൂനിയർ ഇല്ലാണ്ടാണ് ആൻഫീൽഡിലേക്ക് റയൽ മാഡ്രിഡ് വന്നത്. സോ എങ്ങനെയായിരിക്കും കാർലോ ആൻസലോട്ടിയും സംഘവും ഈ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുക? കാരണം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ടോപ്പ് ഫോമിലാണ്, പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനക്കാരാണ്, ചാമ്പ്യൻസ് ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ടീമാണ്. നല്ലൊരു പെർഫോമൻസ്, ഒരു ഡ്രീം റൺ തന്നെയാണ് ആർനെ സ്ലോട്ടിന് കീഴിൽ ലിവർപൂൾ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടേക്ക് അവരുടെ മെയിൻ സ്റ്റാർ അറ്റാക്കിംഗ് പ്ലെയർ ഇല്ലാതെ അവർ റയൽ മാഡ്രിഡ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവരെ കോപ്പ് ചെയ്യുക എന്ന് അറിയാനായിട്ട് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ അവർ ആ കാര്യത്തിൽ പാളിയിട്ടുണ്ട് അവർക്ക്. കാരണം 2-0 ഒരു തോൽവിയാണ് ആൻഫീൽഡിൽ റയൽ മാഡ്രിഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ റയൽ മാഡ്രിഡിനെ അങ്ങോട്ട് ക്രഷ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ആ കാര്യത്തിൽ. ഇനിയിപ്പോൾ മത്സരത്തിന്റെ ലൈനപ്പ് കാര്യങ്ങളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ടീം ഏറെക്കുറെ 4-3-3 ഫോർമേഷനിലാണ് ടീമിനാണ് നിർത്തിയിരുന്നത്. സോ റയൽ മാഡ്രിഡിൽ പറയത്തക്ക ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വിനീഷ്യസ് ജൂനിയറിന്റെ ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് കിലിയൻ എംബാപ്പയ്ക്ക് അദ്ദേഹത്തിന്റെ ഫേവറബിൾ ലെഫ്റ്റ് വിങ്ങർ പൊസിഷനിലേക്ക് കളിക്കാനുള്ളൊരു അവസരമായിരുന്നു ഇത്. അതേപോലെ സ്ട്രൈക്കറായിട്ട് ബ്രഹീം ഡയാസും റൈറ്റ് വിങ്ങിൽ ആഡ ഗൂലറുമാണ് കളിച്ചിരുന്നത്. കാരണം ഓൾറെഡി റോഡ്രിഗോ ഇഞ്ചേർഡ് ആണല്ലോ. ഇനി ലിവർപൂളിന്റെ സ്ക്വാഡിൽ പറയാനായിട്ട് പറയത്തക്ക അത്ര വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി മത്സരത്തിന്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ മത്സരത്തിന്റെ തുടക്കം തുടങ്ങി തന്നെ ലിവർപൂൾ അവരുടെ സ്ഥിരം ക്വിക്ക് അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കളിച്ചത്. അതിനകത്ത് വേറെ പുതിയതായിട്ടൊന്നും അവർ ആഡ് ചെയ്യാൻ നിന്നില്ല. അവരുടെ സ്ഥിരം ശൈലിയിൽ തന്നെ അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നല്ല രീതിയിൽ പ്രസ്സിങ്ങും കൊടുക്കുന്നുണ്ടായിരുന്നു ലിവർപൂൾ പ്ലേയേഴ്സ്. പക്ഷേ റയൽ മാഡ്രിഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് പ്രസ്സിങ് ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഫ്രണ്ട് ലൈൻ പ്രസ്സിങ് ഉണ്ടായിരുന്നില്ല. സ്വന്തം ഹാഫിൽ ഒരു അറ്റാക്കിംഗ് ത്രെറ്റിലേക്കൊക്കെ വരുമ്പോഴാണ് സ്വന്തം ഹാഫിൽ മിഡൊക്കെ എത്തുമ്പോഴാണ് അത് കുറച്ചും കൂടി എഫക്റ്റീവ് പ്രസ്സിങ്ങിന് മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് റയൽ മാഡ്രിഡിന്റെ പ്ലേയേഴ്സ് അറ്റംപ്റ്റ് ചെയ്തെന്ന് പറയേണ്ടി വരും. അതേപോലെ അവർ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിരുന്ന രീതി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം അതായത് പിറങ്ങിന്ന് ബിൽഡ് ചെയ്ത് ലിവർപൂൾ പ്ലേയേഴ്സിനെ ഫ്രണ്ടിലോട്ട് വലിച്ച് ലൈൻ ബ്രേക്ക് ചെയ്ത് കളിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. എനിവേ ലിവർപൂൾ കുറച്ചും കൂടി ഡയറക്റ്റ് ഫുട്ബോൾ തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ അഗ്രസീവായി പ്രസ് ചെയ്ത് പ്ലേയേഴ്സിനെ ഫ്രണ്ടിലോട്ട് ഇട്ട് തന്നെ കളിക്കാനാണ് അവർ നോക്കിയിരുന്നത്. മത്സരം തുടങ്ങിയ ആദ്യത്തെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ന്യൂനസിന് നല്ല അവസരം കിട്ടിയതാണ്. അദ്ദേഹത്തിന്റെ ഷോട്ട് പക്ഷേ ഗോൾ കീപ്പറായ കോർട്ടോ അദ്ദേഹം തടുക്കുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം റയൽ മാഡ്രിഡ് ഡിഫൻഡറായ റോൾ അസെൻഷ്യോന്റെ കാലിൽ തട്ടിയത് ഉള്ളിൽ പോകാൻ പോയതാണ്. പക്ഷെ റോൾ അസെൻഷ്യോ തന്നെ അത് ഓടിച്ചൊന്ന് തട്ടി മാറ്റി, ഗോൾ ലൈനിന്റെ തൊട്ടടുത്ത് വെച്ച് തട്ടി മാറ്റി. എന്തായാലും ഗോൾ ലൈൻ ടെക്നോളജി ഒക്കെ ഉള്ള കാരണം ആ കാര്യത്തിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടി വന്നില്ല ആർക്കും. അതിനുശേഷം ഒരു 23-ാമത്തെ മിനിറ്റിൽ പിന്നെയും ന്യൂനസിന്റെ ഒരു ക്ലോസ് റേഞ്ചിൽ ഒരു ഷോട്ട് വായിക്കാൻ കിട്ടിയതാണ്. പക്ഷെ അഗെയിൻ ഗോൾ കീപ്പർ റയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായി കോട്ടോ അത് സേവ് ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ പറയാനായിട്ട് നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ 34-ാമത്തെ മിനിറ്റിൽ ഒരു ഹെഡർ അവസരമാണ് ന്യൂനസിന് തന്നെ. പക്ഷെ അത് കുറച്ച് പുറത്തേക്കാണ്, ഗോൾ കീപ്പർ ബീറ്റണായിരുന്നു, പക്ഷെ അത് പോസ്റ്റിന് പുറത്തേക്കാണ്. കുറച്ച് മീറ്റേഴ്സ് എന്ന് പറയാം, കുറച്ച് സെന്റിമീറ്റേഴ്സിന്റെ വ്യത്യാസത്തിൽ പുറത്തേക്കാണ് പോയത്. സോ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ഹാഫിലെ മേജർ ചാൻസസ്. ഇനി ഫസ്റ്റ് ഹാഫിലെ ഒരു മത്സരത്തെ കുറിച്ച് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കാമവിംഗ മാത്രമായിരുന്നു. മിഡ്ഫീൽഡിൽ നല്ല ബോൾ വിന്നിങ് പെർഫോമൻസ് തന്നെ അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ബോൾ വിന്നിങ് കേപ്പബിലിറ്റി കാമവിംഗ പ്രൊവൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവിടെ ഷോക്കേസ് ചെയ്യുമ്പോഴും അതിനൊതുങ്ങുന്ന ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ നല്ല രീതിയിൽ പുറത്തെടുക്കാനായിട്ട് കാർലോ ആൻസലോട്ടിയുടെ ടീമിന് സാധിച്ചില്ല എന്നുള്ളതാണ്. കൗണ്ടർ അറ്റാക്കിങ് ഇനീഷ്യേറ്റ് ചെയ്യും, പക്ഷെ വിങ്ങുകളിലേക്ക് പന്തെത്തി കഴിയുമ്പോൾ ആ കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ സ്പീഡ് കുറയും. ഒരു ക്രൂഷ്യൽ പാസ് വെക്കാൻ പ്ലേയേഴ്സിന് കഴിയാത്ത, അതേപോലെ ഫ്രണ്ട് ലൈനിലേക്ക് പ്ലേയേഴ്സ് ഓടി എത്താത്തതും അതിനൊരു പ്രശ്നമായിട്ട് തന്നെ പറയാം. സോ അറ്റാക്കിംഗ് തേർഡിലേക്ക് ഒരു ത്രെറ്റ് കൊടുക്കാനായിട്ട് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന് സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് എംബാപ്പയുടെ കാര്യമാണ്. എന്താ പറയാ, നിശബ്ദനാക്കി കളഞ്ഞു എന്നൊക്കെ പറയില്ല ആൻഫീൽഡിൽ, അതായിരുന്നു എംബാപ്പയുടെ അവസ്ഥ. ഫസ്റ്റ് ഹാഫിൽ മാത്രമല്ല കേട്ടോ, മത്സരത്തിൽ മൊത്തം ആ ഒരു മൂലയ്ക്ക് ലെഫ്റ്റ് വിങ്ങിൽ അദ്ദേഹത്തിന്റെ ഫേവറബിൾ പൊസിഷനാണ് എന്നൊക്കെ പറഞ്ഞാലും എംബാപ്പ ഈസ് നോട്ട് വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഔട്ട്പുട്ട്, ആ ഒരു അഗ്രസീവ് പ്ലേ മേക്കിംഗ് അല്ലെങ്കിൽ റൺസ് കൊടുക്കാനായിട്ട് കിലിയൻ എംബാപ്പയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് സത്യം.
ഒരുപാട് വട്ടം അദ്ദേഹത്തിന് ഡിസ്പോസ് ചെയ്ത് വിടുന്നുണ്ട് ബോഡിയിൽ നിന്ന്. കാരണം ലിവർപൂൾ പ്ലേയേഴ്സ് അത്രയും നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി റൈറ്റ് ബാക്കായ ബ്രാഡ്ലി, ആ യങ് പ്ലെയർ അത്യാവശ്യം നന്നായിട്ട് തന്നെ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് കിലിയൻ എംബാപ്പയ്ക്ക്. സോ കിലിയൻ എംബാപ്പെ ഫസ്റ്റ് ഹാഫിൽ വളരെ സൈലന്റ് ആയിരുന്നു, അല്ലെങ്കിൽ സൈലന്റ് ആക്കി നിർത്തി ലിവർപൂൾ ഡിഫൻസ്. നേരെ തിരിച്ച് ആഡഗുലറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി റോള് ഈ ഒരു മത്സരത്തിലുണ്ട്. ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി കുറച്ചും കൂടി റോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അത് മുതലാക്കാൻ ആ ഒരു പ്ലെയറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ലെഫ്റ്റ് ബാക്കിലെ റോബർട്ട്സൺ അത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. ഇനി പറയാനായിട്ടാണെങ്കിൽ ലിവർപൂളിന്റെ അറ്റാക്കിംഗ് വിങ്ങേഴ്സും ഫസ്റ്റ് ഹാഫിൽ ഓവറായിട്ടൊന്നും ഷോക്കേസ് ചെയ്തില്ല ഫസ്റ്റ് ഹാഫിൽ. ബട്ട് സ്റ്റിൽ കളിയുടെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ, കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്താണെങ്കിലും കുറച്ചും കൂടി അറ്റാക്കിംഗ് ഇന്റൻഷൻ കാണിച്ചതും ലിവർപൂൾ തന്നെയായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് എന്തായാലും ലിവർപൂളിന്റെ കളികളിൽ തന്നെയായിരുന്നു ബോൾ എന്ന് പറയാം. ഇനി സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ സംഭവബഹുലമായിരുന്നു സെക്കൻഡ് ഹാഫ്. 52ാമത്തെ മിനിറ്റ് എത്തിയപ്പോൾ തന്നെ ലിവർപൂൾ അവരുടെ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തി. ഗോൾ നേടിയത് മിഡ്ഫീൽഡറായ മാക്കലിസ്റ്റർ ആയിരുന്നു. ബോക്സിന് തൊട്ട് മുമ്പിൽ വെച്ച്, റയൽ മാഡ്രിഡ് ബോക്സിന് തൊട്ട് മുമ്പിൽ വെച്ച് ബോള് കിട്ടിയ മാക്കലിസ്റ്റർ ബ്രാഡ്ലി ആയിട്ട് ഒരു 1-2 പാസ് കളിക്കുകയാണ്. ഫസ്റ്റ് ടൈം തന്നെ ബ്രാഡ്ലി അത് ബോക്സിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. മാക്കലിസ്റ്റർ ഓടിക്കേറി ഒരു ഗ്രൗണ്ടഡ് ഷോട്ട് ബോട്ടം കോർണറിലേക്ക്, നെറ്റിന്റെ ബോട്ടം കോർണറിലേക്ക് അടിച്ചിടുകയായിരുന്നു. കൂടെ ഓടിയ റൗൾ അസെൻസിയോ എന്ന് പറഞ്ഞ ഡിഫൻഡറിന് അതിന് ഡീൽ ചെയ്യാൻ പറ്റിയില്ല. കോർട്ട് ഡൈവ് ചെയ്ത് നോക്കിയാലും ആ ഒരു ആംഗിളിൽ അദ്ദേഹത്തിനും ചാൻസ് ഇല്ല. സോ അങ്ങനെ 52ാമത്തെ മിനിറ്റിൽ മാക്കലിസ്റ്റർ ലിവർപൂളിന്റെ ഓപ്പണിംഗ് ഗോൾ കണ്ടെത്തി ആൻഫീൽഡിൽ. അതിനുശേഷം ഒരു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റയൽ മാഡ്രിഡിന് അടുത്തൊരു അടി കിട്ടി എന്നുള്ളതാണ്. ഇത്തവണ അഗെയിൻ ഒരു ഇഞ്ചുറി കൺസേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ ഒരു ഹാംസ്ട്രിങ് ബുദ്ധിമുട്ട് കാരണം താഴെ ഇരുന്നത് കാമവിംഗ ആയിരുന്നു. അവരുടെ ഈ മത്സരത്തിൽ അതുവരെയുള്ള അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായ കാമവിംഗയാണ് ഇഞ്ചേർഡ് ആയിട്ട് താഴെ ഇരുന്നത്. സോ കാര്യങ്ങൾ കുറച്ചും കൂടി കുഴപ്പത്തിലായി കാർലോ ആൻസലോട്ടിക്ക്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പകരം വന്ന് ഡാനി സെബയോസ് ആയിരുന്നു. അതേസമയം തന്നെ ആഡഗുലറിനെയും ഇൻഎഫക്റ്റീവായ ആഡഗുലറിനെ മാറ്റിക്കൊണ്ട് ലൂക്കാസ് വാസ്കസ് വന്നു. സോ അതോടുകൂടി റൈറ്റ് ബാക്കിൽ നിന്നിരുന്ന വാൽവേർഡേക്ക് കുറച്ചും കൂടി ഡിഫൻസീവ് ഡ്യൂട്ടീസിൽ നിന്ന് ഫ്രീഡം കിട്ടി. അതിനുശേഷം ആ ഒരു ഗോളിന്റെ ഒരു എന്താ പറയാ, ഗോള് ഒന്ന് നേടി ഇനിയിപ്പോൾ തിരിച്ചടിച്ച് ജയിക്കാൻ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ ഡ്രോ പിടിക്കണം തിരിച്ചടിച്ചേ പറ്റുള്ളൂ. സോ അതുകൊണ്ട് റയൽ മാഡ്രിഡ് കുറച്ചും കൂടി ഫസ്റ്റ് ഹാഫിന് ഉപരി കുറച്ചും കൂടി പ്ലേയേഴ്സിനെ ഫ്രണ്ടിലേക്ക്, അറ്റാക്കിംഗ് ഫ്രണ്ടിലേക്ക് കയറ്റി വിടാനുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെ പറയാം. സോ കുറച്ചും കൂടി പ്ലേയേഴ്സ് ഫ്രണ്ടിലേക്ക് കമ്മിറ്റായി. സോ അതിന് തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ മെച്ചം ഉണ്ടായെന്നുള്ളതാണ്. കാരണം ബോക്സിനകത്ത് വെച്ച് ലൂക്കാസ് വാസ്കസിനെ റോബർട്ട്സൺ ഫൗൾ ചെയ്തതിന് റയൽ മാഡ്രിഡിന് പെനാൽറ്റി കിട്ടുകയാണ്. സോ പെനാൽറ്റി എടുക്കാൻ വന്നത് കിലിയൻ എംബാപ്പെ ആയിരുന്നു. സോ കിലിയൻ എംബാപ്പയ്ക്ക് ഓൾറെഡി ഒരു മോശം ഗെയിമായിരുന്നു. സോ സീസൺ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് നല്ലൊരു അത്ര പറയത്തക്ക വലിയ പെർഫോമൻസ് അതിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല റയൽ മാഡ്രിഡ് ജേഴ്സിയിൽ. സോ കിട്ടിയാൽ ആൻഫീൽഡിൽ ഒരു ഗോൾ അടിക്കാനുള്ള ഒരു അവസരമാണ്, അതും ടീമിന് ഈക്വലൈസിങ് ഗോൾ കണ്ടെത്താനുള്ള ഒരു അവസരം. പക്ഷേ സ്റ്റെപ്പിൻ ചെയ്ത കിലിയൻ എംബാപ്പയ്ക്ക് കണക്കൂട്ടൽ തെറ്റി. അദ്ദേഹത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പറായ കെലഹർ സേവ് ചെയ്തു എന്നുള്ളതാണ്. ആലിസൺ ഇഞ്ചേർഡായി പോയതിനു ശേഷം ആ ഒരു കുറവ് ടീമിന് ഒട്ടും അറിയിക്കാത്തൊരു ഗോൾ കീപ്പറായിരുന്നു ഇതുവരെ കെലഹർ. അദ്ദേഹം ആ ഒരു പതിവ് ആൻഫീൽഡിൽ ഈ ഒരു മത്സരത്തിൽ തുടർന്നു എന്നുള്ളത് തന്നെയാണ്. കിലിയൻ എംബാപ്പയുടെ ഷോട്ട് അദ്ദേഹം കറക്റ്റായിട്ട് ഗസ് ചെയ്തു, അദ്ദേഹം അത് ഡൈവ് ചെയ്ത് സേവ് ചെയ്യുകയാണ്. അതിനുശേഷം അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിലിയൻ എംബാപ്പയ്ക്ക് അഗൈൻ മിസ്സായി. ഉള്ള തലവേദനയുടെ കൂടെ മറ്റൊരു തലവേദന കൂടി വന്ന അവസ്ഥയായി. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലിവർപൂളിന് ഒരു പെനാൽറ്റി അവസരം കിട്ടിയെന്നുള്ളതാണ്. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് റണ്ണ് മുഹമ്മദ് സാലയുടെ വക. മത്സരത്തിൽ അതുവരെ വേറെ കാര്യമായിട്ടൊരു സംഭാവന കൊടുക്കാൻ സാലയ്ക്കും കഴിഞ്ഞിരുന്നില്ല. സോ സാലയുടെ ആ ഒരു റണ്ണ് ബോക്സിലേക്ക് എത്തി. ഡിഫൻഡറായ ഫെർലാൻഡ് മെൻഡി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആദ്യം ഒന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് റൈറ്റ് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഫെർലാൻഡ് മെൻഡിക്ക് കാൽക്കുലേഷൻസ് തെറ്റി. അദ്ദേഹത്തിന് ഫൗൾ ചെയ്യേണ്ടി വന്നു മുഹമ്മദ് സാലേനെ. സോ പെനാൽറ്റി എടുത്തതും സാല തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഷോട്ട് ഇത്തവണ പുറത്തേക്കാണ് പോയത്. സോ അങ്ങനെ മത്സരത്തിൽ 2 പെനാൽറ്റി ചാൻസസും 2 ടീംസും മിസ്സാക്കി എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു പെനാൽറ്റി മിസ്സാക്കിയതിൻ്റെ ചെറിയ ആശ്വാസം റയൽ മാഡ്രിഡിന് കുറച്ച് നിമിഷങ്ങളേ ഉണ്ടായുള്ളൂ. കാരണം 76ാമത്തെ മിനിറ്റിൽ തന്നെ അവരുടെ 2ാമത്തെ ഗോളും ലിവർപൂൾ നേടി. അതൊരു കോർണറിൽ നിന്നായിരുന്നു. റോബർട്ട്സൺ ആണ് കോർണർ എടുത്തത്. ആദ്യം ഒരു ഷോർട്ട് കോർണറാണ് ഇത് എടുത്തത്. ജോൺസിന് വെച്ച് കൊടുത്തു. ജോൺസ് അപ്പം തിരിച്ച് റോബർട്ട്സന് വെച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ആ ലോഫ്റ്റഡ് പാസ് ജമ്പ് ചെയ്ത് പകരക്കാരനായി വന്ന കോഡി ഗാക്പോ ആയിരുന്നു. വലിയ ചലഞ്ച് ഉണ്ടായിരുന്നു പറയാം ആ ഒരു ജമ്പിന്. കാരണം മോഡ്രിച്ച് അടുത്തുണ്ടായിരുന്നെങ്കിലും കോഡി ഗാക്പോന്റെ ഒരു ജമ്പ് മുൻകൂട്ടി കാണാൻ അല്ലെങ്കിൽ ആദ്യമേ നോട്ടീസ് ചെയ്യാൻ മോഡ്രിച്ചിന് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. സോ കോഡി ഗാക്പോ വളരെ കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു ഹെഡർ വായിച്ചു. അങ്ങനെ ആൻഫീൽഡിൽ 76ാമത്തെ മിനിറ്റ് ആയപ്പോഴേക്കും 2-0 എന്ന സ്കോർ ലൈൻ. ഈ ഒരു ഗോളോട് കൂടി ഏറെക്കുറെ റയൽ മാഡ്രിഡ് തോൽവി
ഏറെക്കുറെ സമ്മതിച്ച ഒരു മട്ട് തന്നെയായിരുന്നു. പിന്നീട് പകരക്കാരനായിട്ട് എൻട്രിക്കിനെയൊക്കെ ഇറക്കി. പക്ഷേ ഡിഫൻഡറായ കൊനാട്ടയായിട്ട് 2-3 വട്ടം മൽപ്പിടുത്തം പിടിക്കാന്നല്ലാണ്ട് ആ പയ്യനെ കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും മത്സരത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആൻഫീൽഡിൽ റയൽ മാഡ്രിഡ് റാൻ ഔട്ട് ഓഫ് ഐഡിയാസ് എന്ന് വേണമെങ്കിൽ പറയാം. മത്സരം ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ ലിവർപൂളിന്റെ ക്യൂക്ക് അറ്റാക്കിംഗ് ഫുട്ബോളിനോട് കോപ്പ് അപ്പ് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ അറ്റാക്കിംഗ് ഇൻഎഫക്റ്റീവ്നെസ് വളരെയധികം ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡിനെ കോസ്റ്റ് ചെയ്തു എന്നുള്ളതും പറയേണ്ടി വരും. ഇപ്പോൾ എംബാപ്പയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ മറ്റൊരു പ്ലെയറിൻ്റെ കാര്യം പറയുന്നത് ജൂഡ് ബെല്ലിംഗാമിൻ്റെ കാര്യമാണ്. അതേപോലെ കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹത്തിന് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡിഫെൻസീവ് ഡ്യൂട്ടീസിലേക്ക് അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹത്തിന് കാർലോ ആൻസെലോട്ടി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ കഴിഞ്ഞ സീസണിലെ പോലെ കുറച്ചും കൂടി ഫ്രീഡം ക്ലോസ് ടു സ്ട്രൈക്കർ പൊസിഷനിലൊക്കെ കൊടുത്താലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബെറ്റർ ഫുട്ബോൾ പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ഈ സീസൺ തുടങ്ങി ഒരുപാട് ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും കാർലോ ആൻസെലോട്ടി തീരുമാനിക്കട്ടെ. പിന്നെ റയൽ മാഡ്രിഡിന്റെ മറ്റൊരു ഇഞ്ചുറി കൺസേൺ ഈ മത്സരത്തിൽ പറഞ്ഞ കമവിംഗ ആയിരുന്നു. അവരുടെ ഈ ഒരു മത്സരത്തിൽ കളിച്ച നേരം അത്രയും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചൊരു പ്ലെയർ ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ഇഞ്ചുറി കൺസേൺ കാരണമുള്ള പോക്കും മേ ബി മത്സരത്തിൽ അവർ നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ടാവാം. പകരക്കാരനായി വന്ന ഡാനി സെബിയോസ് അത്ര ഗ്രേറ്റ് പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിനും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് എനിവേ നമ്മൾ കുറേ കാലമായിട്ട് പറയുന്ന റയൽ മാഡ്രിഡിന് ആ ഒരു ക്രൂഷ്യൽ പാസ് വെക്കാൻ, മിഡ്ഫീൽഡിൽ നിന്ന് ആ ക്രൂഷ്യൽ പാസ് വെക്കാനുള്ള പ്ലെയറിനെ മിസ് ചെയ്യുന്നുണ്ട്. ടോണി ക്രോസ് അതിനൊരു റിപ്ലിക്ക ഇപ്പോഴും റയൽ മാഡ്രിഡിനെ കണ്ടുവെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ അതൊരു കൺസേൺ ഫാക്ടറാണ്. അതേപോലെ ഇപ്പോൾ റോഡ്രിഗോ ഇഞ്ചേർഡ് ആയിരുന്നു. അതിന് പകരമായിട്ട് ആഡ ഗൂളറിനെ ഇറക്കിയത്. ഗൂളറിന്റെ ഭാഗത്തുനിന്നും നല്ലൊരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞില്ല. കാരണം ലിവർപൂളിന്റെ ഒരു തവണ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള ലിവർപൂളിന്റെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിലെ റോബർട്ട്സന്റെ ഒരു പൊസിഷനാണ്. പക്ഷെ അതൊന്നും മുതലാക്കി എടുക്കാൻ ആഡ ഗൂളറിന് കഴിഞ്ഞില്ല. ആൻഡ് ബ്രഹീം ഡയാസും വലിയ കാര്യമായിട്ട് സ്ട്രൈക്കിംഗ് റോളിൽ വലിയ കാര്യമായിട്ട് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഓൾറെഡി സപ്ലൈ ഉണ്ടായിരുന്നില്ല അറ്റാക്കിംഗ് തേർഡിലേക്ക്. സോ അദ്ദേഹത്തെയും കണ്ണടച്ച് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ലിവർപൂളിന്റെ ഒരു കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട് ലിവർപൂളിന് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ലിവർപൂളിന്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് കൂടുതൽ പ്ലേയേഴ്സിനെ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈനിലേക്ക് കമ്മിറ്റ് ചെയ്യാഞ്ഞത് എന്തായാലും മത്സരത്തിന്റെ ഒരു കൺട്രോള് ഏറെക്കുറെ പിടിക്കുന്നതിൽ ലിവർപൂളിനെ ഹെൽപ്ഫുൾ ആയെന്ന് പറയേണ്ടി വരും. കാരണം കമവിംഗയുടെ ബോൾ വിന്നിങ് ആട്രിബ്യൂട്ടിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ നേരത്തെ ഫസ്റ്റ് ഹാഫിൽ. സോ അതിൽ നിന്ന് നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ പ്ലേയേഴ്സ് ഫ്രണ്ട് ലൈനിലേക്ക് കമ്മിറ്റ് ആവാത്ത അത് തടയാൻ ലിവർപൂൾ പ്ലേയേഴ്സിന് വളരെയധികം സഹായകമായി എന്നുള്ളതാണ്. ആൻഡ് വിനീഷ്യസ് ജൂനിയറിന്റെ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നത് എല്ലാവരും പറഞ്ഞു മേ ബി വിനീഷ്യസ് ജൂനിയറിന്റെ ആ പൊസിഷൻ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കിലിയൻ എംബാപ്പെ. മേ ബി യെസ്, അതേ ആ പൊസിഷൻ കളിക്കാൻ പറ്റിയ പ്ലെയർ എന്നാണ്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു പ്ലെയർ എന്തായാലും കിലിയൻ എംബാപ്പെ ആയിട്ടില്ല ഇതുവരെ, റയൽ മാഡ്രിഡിൽ ആയിട്ടില്ല എന്തായാലും. സോ അദ്ദേഹം ഇഞ്ചുറി ആയിപ്പോയത് റയൽ മാഡ്രിഡിന്റെ നിർഭാഗ്യം എന്ന് പറയേണ്ടി വരും. എനിവേ ഇപ്പോൾ ആർനെ സ്ലോട്ടിന്റെ ടീം ലിവർപൂള് ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പിൽ നിൽക്കുകയാണ്, ടോപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ്. 5 മത്സരത്തിൽ 5 മത്സരം വിജയിച്ച് 15 പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. മറ്റൊരു ടീം 100% റെക്കോർഡിൽ അങ്ങനെ നിൽക്കുന്നില്ല. റയൽ മാഡ്രിഡിന്റെ കാര്യം പക്ഷേ കഷ്ടത്തിലാണ്. 24ാം സ്ഥാനത്തേക്കാണ് വീണിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ നിന്നും ഒരു 6 പോയിന്റാണ് അവർക്ക് നേടാൻ പറ്റിയിരിക്കുന്നത്. ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയുള്ളൂ. അടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരം അറ്റ്ലാന്റയുടെ അടുത്താണ്. സോ 3 മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് റയൽ മാഡ്രിഡിന്. സോ അത് വളരെ 3 ക്രൂഷ്യൽ മത്സരങ്ങളാണ്. ഒരു പോയിന്റ് കൂടി താഴേക്ക് പോയാൽ പിന്നെ എലിമിനേഷനാണ്. സോ പുതിയ സിസ്റ്റമാണ് ചാമ്പ്യൻസ് ലീഗിന്റെ. പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനിൽ നിന്ന് പുറത്താകുന്നു എന്നൊക്കെ പറയുന്ന ആലോചിച്ച് നോക്കി. വല്ലാത്തൊരു ന്യൂസ് ആയിരിക്കും അത്. എനിവേ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ കിലിയൻ എംബാപ്പയുടെ ഫോമിനെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസേൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻസ് എന്താണെന്നുള്ളത്. കാരണം കാർലോ ആൻസെലോട്ടി മത്സരത്തിന് ശേഷം പറഞ്ഞത് കിലിയൻ എംബാപ്പെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് കുറച്ചും കൂടി ക്ഷമ കാണിച്ചാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം മാറ്റിമറിക്കുമെന്നാണ് കാർലോ ആൻസെലോട്ടി പറയുന്നത്. പക്ഷേ കാർലോ ആൻസെലോട്ടിയുടെ ജോബിന്റെ കാര്യം അതിലും കഷ്ടമാണ്. ആ ഒരു ക്ഷമ റയൽ മാഡ്രിഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹൈറാർക്കി കാണിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജോബ് മുൾമുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാലം കുറച്ചായി. സോ ഈ ഒരു തോൽവിയും കൂടി വരുമ്പോൾ കാർലോ ആൻസെലോട്ടിയുടെ കാര്യത്തിൽ ക്ഷമ കാണിക്കാൻ റയൽ മാഡ്രിഡ് ഹൈറാർക്കി തയ്യാറാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. എനിവേ ആ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സൈഡ് ലൈൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റി ഒന്ന് ഗ്രോ ആയി വരികയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങളുടെ മറ്റുള്ള ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് സൈഡ് ലൈൻ ഫുട്ബോളിന് റീച്ച് ചെയ്യാൻ പറ്റും ബെറ്റർ ആയിട്ട്. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.